അവിടുന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് ഭീമാപള്ളി വരെയുള്ള 7 പള്ളികൾ ഈ ജില്ലയിൽ നിന്നും ഈ സംസ്ഥാനത്ത് നിന്നും അശോക് സിംഗാളിന്റെ ഹിറ്റ് ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. അത് പിന്നെ വേറെ കാര്യം. ഇവിടെ വന്നിട്ട് അയോധ്യയിൽ പോയി തകർത്തതുപോലെ തകർക്കുമോ എന്നൊക്കെ ഉള്ളത് വേറെ വിഷയം. ഒന്നും കേരളത്തിൽ നടക്കില്ല. നടക്കാൻ നമ്മളാരും ഉള്ളിടത്തോളം, നമുക്ക് ജീവനുള്ളിടത്തോളം, നമ്മുടെ ഒന്നും വേറെ കഴിവും പ്രതാപവും ഒന്നും കൊണ്ടല്ല, നമുക്ക് അതിനു വേണ്ടി കൊടുക്കാൻ കഴിയുന്നത് ജീവൻ മാത്രമാണ്. ആ ജീവൻ കൊടുത്തുകൊണ്ട് നമുക്ക് പ്രതികരിക്കാൻ കഴിയും. അത് വേറെ വിഷയം. ഞാൻ അങ്ങോട്ടിപ്പോൾ കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യം, അങ്ങനെ തിരൂരങ്ങാടി പള്ളിയിലേക്ക് പള്ളി തകർക്കുമെന്ന് പതിറ്റാണ്ടുകൾ കൊണ്ട് തകർക്കാൻ കച്ചകെട്ടിയിരിക്കുകയും അവസാനം ഇന്ന ദിവസം ഇത്ര മണിക്ക് തകർക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ട് അക്രമികൾ കൂട്ടം കൂട്ടമായി പള്ളിക്ക് മുന്നിലേക്ക് വരുമ്പോൾ ഇന്ത്യയുടെ പട്ടാളക്കാർ പലരും ഇതൊക്കെ പറയുമ്പോൾ തിരിച്ചു മൈക്ക് കെട്ടി പ്രസംഗിക്കാറുള്ളത് പള്ളി തകർത്തപ്പോൾ മൗദനി എന്ത് ചെയ്തു എന്നാ ചോദിക്കുന്നത്. മൗദനി എന്ത് ചെയ്തു എന്നോ, സേട്ടു സാഹിബ് എന്ത് ചെയ്തു എന്നോ, ശിഹാബ് തങ്ങൾ എന്ത് ചെയ്തു എന്നോ, ബഹുമാന്യനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ത് ചെയ്തു എന്നോ, വേറെ ആരെങ്കിലും എന്ത് ചെയ്തു എന്നോ, അതല്ല ഇവിടെ ചർച്ചാ വിഷയം. ഞാനിവിടെ പറയുന്ന വിഷയം 4 നൂറ്റാണ്ടുകാലം ജഗന്നിയന്താവായ അള്ളാഹുവിന് സാഷ്ടാംഗം ചെയ്ത ബാബരി മസ്ജിദ് തട്ടി തകർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമായിരുന്ന 460 കൊല്ലക്കാലത്തിലധികം ഇന്ത്യൻ മതേതരത്വത്തിന്റെ മകുടോദാഹരണമായി ഉയർന്നു നിന്നിരുന്ന അള്ളാഹുവിന്റെ ഭവനം, ഒരു മുസ്ലിം പള്ളി, ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു പള്ളി, അത് തകർക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 10,000-കണക്കിന് അക്രമികൾ കൂട്ടം കൂട്ടമായിട്ട് കയ്യിൽ പിക്കാസും മൺവെട്ടിയും കുന്താലിയും ഒക്കെയായി അത് തകർക്കാൻ വേണ്ടി വന്ന് കൂട്ടം കൂട്ടമായി വന്ന് ഓടിയ പള്ളിയുടെ മുകളിലേക്ക് ചാടിക്കയറുമ്പോൾ എന്തുകൊണ്ട് ആയിരക്കണക്കിന് ഇന്ത്യയുടെ പട്ടാളക്കാർ ഇപ്പുറത്ത് തോക്ക് തിരിച്ചു പിടിച്ചുകൊണ്ട് കപ്പലണ്ടി കുറച്ചുകൊണ്ട് ഇതൊന്നും കാണാത്തതുപോലെ നിന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയുടെ പട്ടാളക്കാരനോട് ഒന്നിലധികം പ്രാവശ്യം പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത് കരുത്തു തെളിയിച്ചിട്ടുള്ള ഇന്ത്യയുടെ പട്ടാളം ശ്രീലങ്കയിലും മാലിദ്വീപിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടേക്ക് ചീറിപ്പാഞ്ഞു തന്ന അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഇന്ത്യയുടെ പട്ടാളം കാശ്മീരിന്റെ നെഞ്ചത്ത് എവിടെയോ തീവ്രവാദ പ്രവർത്തനം നടക്കുന്നതിന്റെ പേരിൽ ആ തീവ്രവാദം നടക്കുന്നു എങ്കിൽ ഞങ്ങൾക്കതിനോട് യോജിപ്പില്ല. കാശ്മീർ പാകിസ്ഥാനോട് ചേർക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഒരു മുസ്ലിമായ എനിക്ക് അബ്ദുൽ നാസർ മൗദനി പറയുന്നു, എന്റെ മുന്നിലിരിക്കുന്ന ആയിരങ്ങളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയും ഈ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയും പറയുന്നു, കാശ്മീരിന്റെ 1 ഇഞ്ച് മണ്ണ് പോലും പാകിസ്ഥാൻ കൊണ്ടുപോകുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് വളരെ വ്യക്തമായി പറയുകയാണ്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർപെട്ടു പോയതിന്റെ ദുഃഖം അനുഭവിക്കുന്നത് ഇവിടുത്തെ മുസ്ലിം സമുദായമാണെങ്കിൽ ഇനിയും ഈ രാജ്യത്തെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ചേർന്നു പോയാൽ അതിന്റെ ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നത് ഇവിടുത്തെ മുസ്ലിങ്ങൾ തന്നെയായിരിക്കുമെന്ന് വ്യക്തമായ ബോധ്യമുള്ളതുകൊണ്ടും ഈ രാജ്യത്തോട് കൂടുള്ളതുകൊണ്ടും വളരെ വ്യക്തമായി പറയുന്നു. ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടൊരു യുദ്ധം നടന്നാൽ ഇവിടുത്തെ പട്ടാളക്കാരെ കൊണ്ട് ഈ രാജ്യത്തിൽ തികയാതെ വന്നാൽ ഈ രാജ്യത്തെ സിവിലിയന്മാരെ ബേനസീർ ഭൂട്ടോയുടെ പട്ടാളത്തോട് യുദ്ധം ചെയ്യാൻ ആവശ്യമായി വന്നാൽ അബ്ദുൽ നാസർ മൗദനി ഒറ്റക്കാലിലായാലും ഈ രാജ്യത്തിനു വേണ്ടി പൊരുതാൻ രംഗത്തുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ മൗദനി രാജ്യദ്രോഹിയാണെന്ന് പറയാം, മൗദനി പാകിസ്ഥാൻ ചേർന്നാണെന്ന് പറയാം, മൗദനി ദാവൂദ് ഇബ്രാഹിമിന്റെ ഏജന്റാണെന്ന് പറയാം, മൗദനി ബേനസീർ ഭൂട്ടോയുടെ ബന്ധുവാണെന്ന് പറയാം. അതിനൊന്നും എനിക്ക് വിരോധമില്ല. ഇഷ്ടമുള്ളത് പറഞ്ഞോളുക. ഓരോരുത്തരും അവരവരുടെ പാരമ്പര്യം പറയുന്നു. എനിക്ക് വിരോധമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത്, കാശ്മീരിൽ കുഴപ്പം നടക്കുന്നെങ്കിൽ കുഴപ്പക്കാരെ ഒറ്റപ്പെടുത്തണം, കുഴപ്പക്കാരെ അറസ്റ്റ് ചെയ്യണം, അവരെ ജയിലിൽ വെക്കണം, ശിക്ഷിക്കണം. പക്ഷെ അതിന്റെ പേരിൽ കാശ്മീരിന്റെ നെഞ്ചത്ത് എത്രയോ നിരപരാധികളാണ് കൊന്നൊടുക്കപ്പെടുന്നത്. എത്രയോ നിരപരാധികളായ മുസ്ലിം സഹോദരിമാരാണ് കാശ്മീരിൽ ബലാത്സംഗം ചെയ്യപ്പെടുന്നത്. നമുക്ക് തള്ളിക്കളയാൻ പറ്റുമോ? ലോകത്തെ ഏറ്റവും സുന്ദരികളായ മുസ്ലിം സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലമാണ് കാശ്മീർ. സുന്ദരികളായ ആപ്പിൾ പൂ പോലെ മൃദുലമായ വദനങ്ങളോടുകൂടിയ മുസ്ലിം സഹോദരിമാർ, നാണം കുടുങ്ങികളായ പെണ്ണുങ്ങൾ, ആ പെണ്ണുങ്ങളെ സ്വന്തം ഭർത്താക്കന്മാരുടെയും പിതാക്കന്മാരുടെയും സഹോദരന്മാരുടെയും മുന്നിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ടുവന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്ന ഇന്ത്യയുടെ പട്ടാളത്തിന്റെ ക്രൂരതയോട് യോജിക്കാൻ നമുക്ക് കഴിയുമോ മക്കളെ? ഇല്ല. ഇന്ത്യയുടെ പട്ടാളക്കാരന് അവിടെ കരുത്ത് കാണിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. കൈക്കരുത്ത് കാണിക്കാൻ സ്ഥാനത്തും അസ്ഥാനത്തും കാശ്മീരിൽ വെടിവെക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്നു, എന്തുകൊണ്ട് ഈ കഴിവും കരുത്തുമുള്ള ഇന്ത്യയുടെ പട്ടാളക്കാർ ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ നോക്കി
വെറും ഇനാം പേച്ചുകളെ പോലെ നോക്കി എന്താ ആരാ അവരെ എങ്ങനെ നിർത്തിയത്? ഇത് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിന് ഇതിന് മറുപടി കിട്ടണം. ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ ഇന്ത്യയുടെ പട്ടാളത്തെ നോക്കുകുത്തികളെ പോലെ നിർത്തിയത് ആരാണ്? വീണ്ടും നിങ്ങൾ അറിയണം, ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ എന്റെ സഹോദരന്മാര് വളരെ ഗൗരവമായി വളരെ ശക്തമായി ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വിഷയമാണ്. ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ പള്ളിയുടെ മുകൾ ഭാഗത്ത് കുബ്ബയിൽ കയറി ആ കുബ്ബ തട്ടി തകർത്ത് അവിടത്തെ കല്ലും മണ്ണുമെല്ലാം കൂടി വാരി പുറത്തേക്ക് എറിയുമ്പോൾ താഴ്ഭാഗത്ത് പള്ളി തകർത്തുകൊണ്ടിരുന്ന ചില അക്രമികളുടെ തലയിൽ മുകളിൽ നിന്ന് കുബ്ബയും മുനാരവും തട്ടിയിളക്കി വലിച്ചെറിയുന്ന കൽക്കഷണങ്ങൾ വന്ന് വീണപ്പോൾ ആ കൽക്കഷണങ്ങൾ വന്ന് തലയിൽ വീണ് ചിലരുടെ തല പൊട്ടി താഴെ പള്ളി തകർത്തോണ്ടിരുന്ന ചിലർ താഴെ വീണ് ചത്തുപോയപ്പോൾ അങ്ങനെ ചത്തുപോയ അക്രമികൾക്ക് ബാബരി മസ്ജിദിന്റെ താഴ്വശം തകർത്തുകൊണ്ട് നിൽക്കുമ്പോൾ മുകൾ വശത്ത് എറിയപ്പെട്ട കല്ലുകൾ വീണ് ജീവൻ നഷ്ടപ്പെട്ട അക്രമികൾക്ക് അവരുടെ കുടുംബത്തിന് ലക്ഷക്കണക്കിന് രൂപ സഹായം നൽകാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി റാവു എന്റെയും നിങ്ങളുടെയും വിയർപ്പിന്റെ അംശമായ ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ പള്ളി തകർക്കുമ്പോൾ ആ തകർച്ചയ്ക്കിടയിൽ മരിച്ചുപോയവരുടെ കുടുംബത്തിന് കൊടുത്തു എന്ന് പറയുമ്പോൾ പറഞ്ഞു വന്ന കാര്യം, ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ ഇന്ത്യയുടെ പട്ടാളക്കാർ കടല കുറച്ചുകൊണ്ട് നോക്കുകുത്തികളെ പോലെ നിന്നു. ബാബരി മസ്ജിദിന്റെ മുകൾ വശത്ത് നിന്ന് കുബ്ബ പൊളിച്ച അക്രമികൾ താഴേക്ക് കല്ല് വലിച്ചെറിഞ്ഞപ്പോൾ താഴ്ഭാഗം തകർത്തുകൊണ്ടിരുന്നവരുടെ തലയിൽ വീണ് അവരിൽ ചിലർ മരിച്ചപ്പോൾ ആ മരിച്ചവരുടെ കുടുംബത്തിന് ലക്ഷക്കണക്കിന് രൂപ ഇന്ത്യയുടെ ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തു. ബാബരി മസ്ജിദ് തകർത്ത അക്രമികൾ 24 മണിക്കൂർ സമയം അവിടെ നിന്നിട്ട് ബാബരി മസ്ജിദിന്റെ അവസാനത്തെ അടിത്തറയിലെ കല്ലും ഇളക്കി മാറ്റി അവിടെല്ലാം തൂത്തു തുടച്ചതിന് ശേഷം അവിടെ വിഗ്രഹങ്ങൾ കൊണ്ടുവച്ച് ഷെഡ് കെട്ടി വിഗ്രഹങ്ങൾ കൊണ്ടുവച്ച് പുഷ്പാർച്ചന നടത്തുന്നത് വരെയും ഒറ്റ ഒരാളെ പോലും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാതെ ഇന്ത്യയുടെ പട്ടാളക്കാരും പോലീസും നോക്കി നിൽക്കുകയുണ്ടായി. എന്നിട്ട് ബാബരി മസ്ജിദ് തട്ടി തകർത്ത സ്ഥലത്ത് കെട്ടിയുണ്ടാക്കിയ ഷെഡിന് ശക്തി പോരാ എന്ന് പറഞ്ഞ് അത് നന്നാക്കി കെട്ടാൻ വേണ്ടി 13 ലക്ഷം രൂപ ഇന്ത്യയുടെ ഖജനാവിൽ നിന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അനുവദിച്ചു കൊടുക്കുകയുണ്ടായി. ബാബരി മസ്ജിദ് തകർത്തപ്പോൾ ഈ ലോകത്ത് മൊത്തം അതിനെതിരെ പ്രതിഷേധത്തിന്റെ തീക്കാറ്റാഞ്ഞടിച്ചപ്പോൾ ലോകത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞു, പള്ളി തകർത്ത സ്ഥലത്ത് തന്നെ പള്ളി പണിഞ്ഞു തരും എന്ന് പറഞ്ഞു. അവസാനം എന്തുണ്ടായി എന്നെന്റെ സഹോദരന്മാരറിയണം. ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി റാവു ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം 2 വർഷം തികയാൻ പോകുന്ന ഈ സമയത്ത് ഏതാനും ദിവസം മുമ്പ് ഡൽഹിയിൽ അദ്ദേഹത്തിന്റെ 3 വർഷത്തെ ഭരണത്തിന്റെ 3ാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി 15 കോടി രൂപ ചെലവാക്കി 2 ലക്ഷം ആളെ പങ്കെടുപ്പിച്ചൊരു റാലി നടത്തുകയുണ്ടായി. 15 കോടി രൂപ ചെലവാക്കി. എന്നിട്ട് 2 ലക്ഷം ആളെ പങ്കെടുത്തു. ഈ 2 ലക്ഷം ആളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി 1.5 മണിക്കൂർ സംസാരിച്ചു. എന്റെ സഹോദരന്മാരറിയണം, 1.5 മണിക്കൂർ ആ റാലിയെ അഭിമുഖീകരിച്ച് പ്രസംഗിച്ചപ്പോൾ ഈ 1.5 മണിക്കൂറിനകം 100 പ്രാവശ്യത്തോളം രാമജന്മഭൂമി 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 എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ അവിടെ തകർക്കപ്പെട്ട ബാബരി മസ്ജിദിനെ കുറിച്ച് ഒരൊറ്റ വാക്ക് 1.5 മണിക്കൂർ പ്രസംഗത്തിൽ ഒരിക്കൽ പോലും ആ മനുഷ്യൻ ബാബരി മസ്ജിദ് എന്ന് മിണ്ടിയിട്ടില്ല. മനുഷ്യനെന്ന് പറഞ്ഞത് ക്ഷമിച്ചേക്കണം, അയാൾക്ക് യോജിച്ച വിശേഷണമല്ലാത്തൊരു ശരിയാണ്. ഇന്ത്യയുടെ ഈ അടുത്ത സമയത്ത് ബേബി MP പത്രത്തിൽ പറഞ്ഞ് നിങ്ങൾ കേട്ടു, അല്ല ലോസ് ആഞ്ചലോസ് ഇതേ ആഞ്ചലോസ് MP ആലപ്പുഴ, അയാൾ പറയുകയുണ്ടായി,
ഈ കേരളത്തിന് വെള്ളപ്പൊക്കം കാരണം ദുരിതം ഉണ്ടായപ്പോൾ കുറച്ച് കാശ് തരാൻ പറയാൻ വേണ്ടിയിട്ട് MP-മാരൊക്കെ പ്രധാനമന്ത്രി കാണാൻ വേണ്ടി ആഞ്ചലോസ് പറയുന്നു, പ്രധാനമന്ത്രി ഞങ്ങളെ കണ്ടിട്ടൊന്ന് ചിരിക്കുക പോലും ചെയ്തില്ല. കേരളത്തിലെ MP-മാരൊക്കെ കൂടെ പ്രധാനമന്ത്രിയെ കാണാൻ ചെന്നിട്ട് പ്രധാനമന്ത്രി ഒന്ന് ചിരിക്കുക പോലും ചെയ്തില്ല. ഞാൻ അടുത്ത ദിവസം ആഞ്ചലോസ് മറുപടി പറഞ്ഞു, ചിരിക്കാൻ മനുഷ്യനെ കൊണ്ടേ കഴിയൂ ആഞ്ചലോസ്. ചിരി മനുഷ്യന്റെ പ്രത്യേകതയാണ്. അത് റാവുവിന് പറ്റില്ല ചിരിക്കാൻ. കാരണം മനുഷ്യനെന്ന വിശേഷണത്തിന് ഒരുപാട് അപ്പുറത്താണ് അദ്ദേഹത്തിന് മനുഷ്യനെന്ന് വിശേഷിപ്പിച്ചു പോയാൽ മനുഷ്യൻ പറയാറുണ്ട്. ഈ തഹിയ്യാത്തിന് നമ്മളൊക്കെ എല്ലാ തഹിയ്യാത്തിനും ഓതാറുണ്ട്, اللهم إني أعوذ بك من عذاب القبر وفتنته ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. വലിയ കുഴപ്പക്കാരനാണ്, വലിയ പ്രശ്നക്കാരനാണെന്നൊക്കെ പറയാറുണ്ട് ദജ്ജാലിനെ. ഞാനൊരു ഗവേഷണത്തിലാണ് ഈ ഖിയാമത്ത് നാളിന് പുറപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ദജ്ജാൽ നരസിംഹറാവു ആണോ എന്ന കാര്യത്തിൽ, റാവു ആണോ ദജ്ജാൽ എന്ന കാര്യത്തിൽ ഞാൻ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുക. എവിടെ ഞാൻ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ദജ്ജാൽ അയാളല്ല എങ്കിൽ വേറൊരാളാണെങ്കിൽ ആ ആൾ എനിക്കെതിരെ ചിലപ്പോൾ മാനനഷ്ട കേസ് കൊടുത്ത് കളയും. ഇയാളെ ഞാൻ അയാളോട് ഉപമിച്ചതില്ല. ഇത്രയും നീചനായ ഒരു മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ട്. ഈ രാജ്യത്ത് ഒരുപാട് പ്രധാനമന്ത്രിമാരെ കടന്നുപോയിട്ടുണ്ട്. അവർക്കൊക്കെ ഒരുപാട് കുഴപ്പങ്ങളും ന്യൂനതകളും ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും പരസ്യമായ വർഗീയവാദിയായ ഒരു മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുണ്ടോ? ഞാനിവിടെ വിമർശിക്കുന്നത് കോൺഗ്രസിനെയല്ല, ഞാൻ വിമർശിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോൺഗ്രസുകാരനായാലും BJP-കാരനായാലും മുസ്ലിം ലീഗുകാരനായാലും മാർക്സിസ്റ്റ് പാർട്ടിക്കാരനായാലും ആരായാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി കാത്തു സൂക്ഷിക്കേണ്ട ചില മൂല്യങ്ങളുണ്ട്. അത് കാത്തു സൂക്ഷിക്കുന്നതിൽ നരസിംഹറാവു എന്ന ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാടെ പരാജയപ്പെട്ടിരിക്കുന്നു എന്നല്ലേ നാം മനസ്സിലാക്കേണ്ടത്. ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ ബാബരി മസ്ജിദ് യഥാസ്ഥാനത്ത് പുനർനിർമ്മിക്കുമെന്ന് തകർത്തപ്പോൾ വാക്ക് പറഞ്ഞ പ്രധാനമന്ത്രി ഇപ്പോൾ പള്ളിയെക്കുറിച്ചൊരു അക്ഷരം മിണ്ടാതെ ആ സ്ഥാനത്ത് ക്ഷേത്രം പണിയാൻ വേണ്ടി ട്രസ്റ്റ് ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ്. ക്ഷേത്രം പണിയാനുള്ള ട്രസ്റ്റ് ഉണ്ടാക്കുന്നതിന്റെ തിരക്കിൽ പള്ളിയെക്കുറിച്ചൊരു അക്ഷരം മിണ്ടുന്നില്ല എന്റെ സഹോദരന്മാർ അറിയണം. എന്നിട്ട് ഇപ്പോൾ സുപ്രീം കോടതിയോട് പറഞ്ഞിരിക്കുന്നു, കോടതി പറയുക അവിടെ എന്താ ഉണ്ടായിരുന്നെന്ന് അത് ഞങ്ങൾ സ്വീകരിച്ചോളാം എന്നാ പറയുന്നത്. അവിടെ എന്താ മുമ്പ് ഉണ്ടായിരുന്നത്? അവിടെ മുമ്പ് ക്ഷേത്രമുണ്ടായിരുന്നോ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ ക്ഷേത്രമുണ്ടായിരുന്നോ എന്ന് കോടതി പറയുക. പറഞ്ഞാൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അവിടെ ക്ഷേത്രം പണിഞ്ഞു കൊടുക്കാം, ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടുത്തെ കാര്യം ആലോചിക്കാം. ഇത് പറയുന്നതിനോട് മുസ്ലിം സഹോദരന്മാർ ചിന്തിക്കണം.